വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ്. ഇന്ന് കൽപ്പറ്റയ്ക്ക് പോവാണ് ഗൈസ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഗൊറില്ല ട്രൈപ്പോഡ് മേടിക്കണമെന്നുണ്ട്. ഞാൻ കുറേ ദിവസം ആഗ്രഹിച്ചിരിക്കണ് ഒരു ഗൊറില്ല ട്രൈപ്പോഡ് മേടിക്കണം. മറ്റേ ഗൊറില്ല ട്രൈപ്പോഡ് വെള്ള ടൈപ്പ് ഉണ്ട്, പിന്നെ വെള്ള പറഞ്ഞാൽ വെള്ള ബോൾ പോലത്തെ സാധനം ഉണ്ട്. ഇങ്ങനെ ഹാൻഡിൽ പിടിക്കണത് ബോൾ പോലത്തെ ഉണ്ട്, പിന്നെ സ്ട്രൈറ്റ് ആയിട്ടുള്ളുണ്ട്. അതാണ് ഈ എവിടെ കുടിക്കിട്ടാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കുക, വ്ളോഗ് എടുക്കുക, അങ്ങനെ സാധനങ്ങളൊക്കെ ചെയ്യാം. ടൗണിൽ പോയി നോട്ടെ കിട്ടുമെന്തോന്നൊന്നും അറിയില്ല, എന്നാലും പോയി നോക്കിയാലേ അറിയുള്ളൂ. അവിടെ എത്തിയിട്ടുണ്ട്. ഇനി അവിടുന്ന് കിട്ടുമെന്നൊന്നും അറിയില്ല, പോയി നോക്കിയാലേ അറിയില്ല. ഞാൻ അവിടുന്ന് കിട്ടുമെന്നും അറിയില്ല, അവിടെ ഉണ്ടോന്നും അറിയില്ല. ഇല്ലെങ്കിൽ വേറെ കടയിൽ പോയി നോക്കേണ്ടി വരും കേട്ടോ. പോയി നോട്ടെ, കടേൻ്റെ അടുത്ത് എത്തിക്കുക. പിന്നെ അതിൻ്റെ ഉള്ളിൽ ക്യാമറ അലോഡ് ആണെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ മേടിച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ എടുക്കാം. അവിടെ ഇല്ലാന്ന് ആ കടയിൽ കയറി വെക്കി ട്രൈപ്പോഡ് പറഞ്ഞ് വേറെ ട്രൈപ്പോഡ് എടുത്തത് കേട്ടോ. പിന്നെ ഞാൻ ഉദ്ദേശിച്ച ട്രൈപ്പോഡ് അവിടെ ഇല്ല. ഇപ്പൊ വേറെ കടയിൽ പോയി നോക്കേണ്ടി വരും. ട്രൈപ്പോഡ് നല്ല കിട്ടുകയും വേറെ കടയിൽ നോക്കണില്ല, അല്ലെങ്കിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് വരും. എന്താ അറിയില്ല, വേറെ കടയിലൊക്കെ പോയി നോക്കിയോട്ടെ. ട്രൈപ്പോഡ് വെച്ച് ഓൺലൈനിൽ ഓർഡർ ചെയ്യണായിരിക്കും നല്ലത് കേട്ടോ. എന്താ വെച്ചാൽ ഇവിടുത്തെ ട്രൈപ്പോഡ് ഒരു ക്വാളിറ്റി ഇല്ല. ഞാൻ കുറേ കടയിൽ പോയി നോക്കി ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ചില കടയിൽ ഇല്ല. പിന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്യാനായിരിക്കും നല്ല എനിക്ക് തോന്നുന്നത്. എന്തായാലും ഓൺലൈനിൽ ഓർഡർ ചെയ്യാം, അതല്ലേ എനിക്ക് ആഗ്രഹിച്ച സാധനം ഓൺലൈനിലാണല്ലോ. അപ്പോൾ അവിടുന്ന് ഓർഡർ ചെയ്യാം. വിശന്നിട്ടേ കുറച്ച് ചായ കുടിക്കട്ടെ. ചായയും പയമ്പൊരിയും. ചായ മാത്രം മതി. നിനക്കോ? അപ്പൊ നിനക്ക് കടി വേണ്ട? ഇവന് കടി വേണ്ട? ഉയർന്നോടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്ന ഹരിയാന സംവരണ മേഖലയിലാണ് ബന്ധപ്പെട്ട പരിപാടിയിൽ സംബന്ധിക്കുന്നത്. അതെന്താ ഉണ്ടാ വെള്ള? അത് വേണ്ട, അതാ വേണ്ട. എനിക്ക് 50 രൂപ. ബജ്ജി ഉണ്ട്. ഇന്ത്യ ശ്രീലങ്ക വനിതാ ക്രിക്കറ്റ് പരമ്പരയുടെ അവസാന പിന്നെ 3 ചായയും. അപ്പോ ഞങ്ങൾ ഇതൊന്ന് കഴിച്ചിട്ട് ഇപ്പൊ വരാം കേട്ടോ. കഴിച്ചിട്ട് നേരെ വന്നിട്ട് ബസ് കയറിയിട്ടേ നേരെ വീട്ടിൽ പോട്ടെ. നല്ല ഫുഡ് കഴിച്ചപ്പോ കുറച്ച് ഓരോ ഉന്മേഷം ഉണ്ട്. പയമ്പൂരി കഴിച്ചിട്ട് ബസ് കയറിയപ്പോ ഇവൻ പറഞ്ഞേ ഇവിടെ പാലയിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഞങ്ങൾ സംഭവം മാനിയിൽ ഇറങ്ങിയ അവന്റെ അമ്മേന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അവന് മരുന്ന് എന്തൊക്കെ എടുക്കാനുണ്ട്. അവന് പനിയാണ്, മരുന്ന് എടുക്കാതെ സ്കൂളിൽ നിന്ന് അങ്ങനെ തിരിച്ചു വന്നോട്ടെ ഇങ്ങോട്ട്. കൊറേ കറുപ്പ്. അവന്റെ കാട്ടുതാറാവല്ലേ? കാട്ടുതാറാവ്. പിന്നെ കാട്ടുതാറാവിനല്ലേ വിളിക്കാം. അവന് പനിയാന്ന്. അവന് മരുന്നൊക്കെ വീട്ടിൽ വെച്ചിട്ട് സ്കൂളിൽ പോയിട്ട് അവന് നേരെ വീട്ടിൽ അവൻ വീട്ടിൽ പോയിട്ടേ അവൻ്റെ അമ്മേൻ്റെ വീട്ടിൽ പോയിട്ട് മരുന്ന് എടുത്തിട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നീ എന്താ മാനിയിൽ ഇറങ്ങാത്തേ? മാനിയിലല്ലേ, ഇവൻ പാലയിൽ ഇറങ്ങാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് എന്നിട്ട് മാനിയിൽ ഇറങ്ങിയത്. എന്താ നോക്ക് ചെക്കൻ്റെ ഐഡിയ. നേരെ വീട്ടിൽ പോയിട്ട് അത് ഓൺലൈനിൽ വീട്ടിലെത്തിയ അപ്പം തന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്യട്ടെ. ഒട്ടും അത് ഞങ്ങളുടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതേപോലത്തെ പൂവൻകോഴി. എന്താ വെച്ചാൽ പൂവൻകോഴി ഇതേപോലെ തന്നെയാണ്, കുറച്ച് വലുതാണ്. ആരെങ്കിലും അതിൻ്റെ അടുത്ത് പോയാണ്ടല്ലേ ഓട്ടിക്ക് എന്ത് കൊത്തുവെച്ചാൽ ഞാൻ കുറേ അടുത്ത് നോക്കി, കൊത്തിയില്ല. കാലും കൊണ്ട് ഇതാക്കിയിട്ട് കാലിൽ മൂർച്ചുള്ള വാങ്ങിക്കൊണ്ട് എന്ത് വരയിൽ കാലിലൊക്കെ വരച്ചിട്ടേക്കണ് ആ കോഴിനെ. എന്നിട്ട് കോഴിനിപ്പോൾ എന്താ ചെയ്യുക? കോഴിനെ നമ്മൾ കുറച്ച് അഹങ്കാരം കൂടിയ കോഴിനെ നമ്മൾ അങ്ങോട്ട് ഫുഡി വീട്ടിലെത്തേണ്ട താമസം. വീട്ടിലെത്തിയ ഡ്രസ്സൊക്കെ മാറ്റി അപ്പം തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ശനിയാഴ്ച സാധനം എത്തുമെന്ന് പറഞ്ഞേ. എത്തി നല്ല ഗോറില്ല ട്രൈപ്പോഡ് തന്നെ ഓർഡർ ചെയ്തിരിക്കണം. ഇനി വന്നാലേ അറിയാം എന്താ അവസ്ഥ. ഈ വൈകുന്നേരം ഉണ്ടല്ലോ എല്ലാ ടൈമിലല്ലേ ഇടയ്ക്ക് ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ കാണാം. ഇതാ അവിടെ ഒരു ചന്ദ്രൻ നിൽക്കണം. എന്ത് രസം കാണാം. ഫുള്ള് കാർമേഘം ഒന്നുമില്ല, നല്ല നൈസായിട്ട് കിടക്കണം ആകാശമൊക്കെ. ഓർഡർ ചെയ്ത സാധനം ഒരു ശനിയാഴ്ച കാണിച്ചു, 27-ാം തീയതി കാണിച്ചേ. ശനിയാഴ്ചൻ്റെ ഉള്ളിൽ ചിലപ്പോൾ വരികയായിരിക്കും. ഉള്ളിൽ വരിക. അപ്പം നാളെ കാപ്പി അറിയിക്കണം പോകണമെന്നുണ്ട്. പൈസ കുറച്ചുകൂടി ഉണ്ടാക്കിയിട്ട് അമ്മായിൻ്റെ വീട്ടിൽ പോകണമെന്നുണ്ട്. ഇവിടെ ഉണ്ട് അമ്മായിൻ്റെ വീട്ടിൽ പോകണമെന്നുണ്ട്. എവിടെയായിരുന്നു
അമ്പലവയല് മാങ്കുന്ന സ്ഥലം പറയാം. അമ്പലവയല് ആ ഭാഗം. അവിടെ കാരപ്പുഴ ഡാമിന്റെ പകുതി മുക്കാലും ഭാഗം അവിടെ പോവാണെങ്കിൽ ചൂണ്ടിടാൻ പറ്റും. അതൊക്കെ താമര അമ്പലമൊക്കെ പറിച്ചോണ്ട് ആ സൈഡിൽ കൂടെ അങ്ങനെ നടക്കാം. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഒരു ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ പോകണമെന്നുണ്ട്. അതിനുള്ള വണ്ടിക്കൂലി സാധനങ്ങൾ അവിടെ നിന്ന് മീൻ പിടിക്കാൻ മെയിനായിട്ട് ഞാൻ പോണ്. മീൻ പിടിക്കുക ചൂണ്ടിടാനൊക്കെ. അപ്പോൾ അവിടെ മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ പൈസ ഉണ്ടാക്കാനാണ് കാപ്പി പറിക്കാൻ പോകുന്നത്. ഇന്നലെ മിഞ്ഞാനായിട്ട് കാപ്പി പറിക്കാൻ പോയി. അതിൽ കിട്ടിയ പൈസ കൊണ്ടാണ് ഞാൻ ട്രൈപോഡ് മേടിക്കാൻ വേണ്ടി ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വെച്ചിരിക്കണേ. ഇന്ന് കൽപ്പറ്റ പോയി നോക്കി. പക്ഷേ ക്വാളിറ്റി ഇല്ലാത്തായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഉദ്ദേശിച്ചതൊന്നും അല്ല, മറ്റേ ഗൊറില്ല ട്രൈപോഡ് അല്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്താക്കി അത് മേടിച്ചിട്ടില്ല. ഇവിടെ കുറച്ചധികം കൊതുകുണ്ടല്ലോ. ഇവിടെ കൊതുക് ഇല്ലാത്തയുള്ള അധികം ഈ ഭാഗത്ത്. ഇപ്പോൾ ഇതാ കൊതുകൊക്കെ തോടിൻ്റെ ഈ ഭാഗത്ത്. ഇവിടെ തോട്, ഇവിടെ ഞങ്ങളെല്ലാവരും ഇരിക്കണ് റീൽസ് കണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട്. ആകാശം ഇങ്ങനെ നോക്കിയൊക്കെ എന്ത് രസമറിയോ. കൊതുകൊക്കെ ഇതാ ഇവിടെയൊക്കെ തീയൊക്കെ ഇട്ട് രാത്രി ആൾക്കാർ തീയൊക്കെ ഇട്ട് ഇങ്ങനെ വെക്കും. പട്ടിയൊക്കെ വരുന്ന നോക്ക്. ബാ നമ്മളെ ജിമ്മിൻ്റെ പോലെ ഒന്നല്ല കേട്ടോ, കല്ലേറിയടാ. മുറ്റത്തൊരു സൈഡിൽ ബോൺഫയർ ഉണ്ടാക്കാൻ പോണ കേസ്. ഞാൻ ഇപ്പൊ കുളി കഴിഞ്ഞിട്ടുണ്ട്. ഒരാളും കൂടി കുളിക്കാൻ പോയിട്ടുണ്ട്. അവൻ കുളിച്ചു കഴിഞ്ഞിട്ട് വേണം മുറ്റത്ത് കരിഞ്ഞ് പുല്ലും ചപ്പും വടിയൊക്കെ വാരി കൊണ്ടത് കേട്ടാണ് മുറ്റത്തൊരു സൈഡിൽ ഇട്ടിട്ട് ഒരു തീ കത്തിക്കണമെങ്കിൽ വിറക് എടുക്കേണ്ടത് അമ്മ മിക്കവാറും പറഞ്ഞിട്ടുണ്ട്. വിറക് അടുപ്പ് എത്തിക്കാൻ തന്നെ വിറകില്ല എന്നൊക്കെ പറയണേ. അപ്പൊ അപ്പുറത്തെ കാട്ടുന്നോ ഇപ്പുറത്തെ തോട്ടത്തിൽ നിന്നോ കുറച്ച് പുല്ലും ചപ്പും ചെറിയ ഉണങ്ങിയ വടികളൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു സൈഡില് നമുക്ക് തീ എത്തിക്കാൻ പോയാലോ. ഇവിടെ മുറ്റത്ത് എവിടെ കത്തിക്കാന്ന് ഒരു പിടുത്തല്ല. അമ്മ അതെ, ആ വട്ടത്തിലൊക്കെ ഇരിക്കാം. അമ്മ എവിടെ കത്തിക്കാന്ന് ക്ലിയർ പിടിയിട്ടില്ല. അമ്മ ഇത് ഉണങ്ങിണ്ടാവും പറ്റിയത്. ഇതെടുത്തോ. ഇവിടെയൊക്കെ വിറകുണ്ട്. പിന്നെന്ത് ചെയ്യാം അമ്മ, അവിടെ നിന്ന് എടുക്കണ്ടോ? ഇവിടെ ഇഷ്ടംപോലെ വിറക്. ഇതൊക്കെ എടുത്ത് കൂട്ടി വെച്ചിട്ട് അവിടെ തീയ കുറച്ച് വിറകിന് മേലെ ആക്കിയിട്. ഉള്ളു കത്തിച്ചാൽ തീപ്പൊട്ടി എടുത്തിട്ടാ ലൈറ്ററെല്ലാം ഉള്ളോട്ടേ. അതന്നെ കളി. അമ്മേന്റെ നൈറ്റ് ഇപ്പൊ കത്തു. ഈ മുട്ടയൊക്കെ കുളി കഴിഞ്ഞ അപ്പൊ തന്നെ മുട്ടയിൽ ലാഭം. തീ അച്ചോ ഇതെന്താ കുറച്ച് പാടിട്ടെങ്കിലും നമ്മള് തീ കത്തിച്ചിട്ടുണ്ട് ഇവിടെ. ഇത് ചിരട്ട അവിടെ കമത്തി വെച്ചിക്കണ്. നല്ല ആളിയം കത്തട്ടെ. ചിരട്ടട്ടെ കുറച്ചധികം കണ്ടു. കുറച്ച് ഹൈറ്റിലിങ്ങനെ പൊന്തുണ്ട്. ഇത്ര എത്തിക്കണ്. അച്ചു കസായ എടുത്ത് വീൽ ചെയർ ഉണ്ടോ അവിടെ? വീൽ ചെയർ എടുക്കണോ? വാവ് ഇത്രേ കാലത്തിന് ശേഷമാണ് ഇവിടെ തീ കത്തിക്കുന്നത് കേട്ടോ. ഇത്രയൊക്കെ എത്ര പണ്ട് എത്ര ഞാനും 7-ോ 8-ലോ പഠിച്ചപ്പോൾ ആണ് കത്തിച്ചത്. ഇതുമായിട്ടും പിന്നെ മുറ്റത്ത് തീ കത്തിച്ച് ഞാൻ കണ്ടിട്ടില്ല കത്തിച്ചിട്ടുമില്ല. തീൻ്റെ ഉള്ളിൽ പോയിക്കോ. കൈ ഇങ്ങനെ അവിടെ എത്തിയില്ലല്ലോ. അവിടെ ചൂട് കുറെ ഉണ്ടാവും. തീൻ്റെ ഹൈറ്റും കൂടി തീൻ്റെ പവറും കൂടി കുറച്ചധികം ഈ സൈഡിൽ ചൂടാവുന്നുണ്ട്. പിന്നെ കുറച്ച് അതൊക്കെ എന്താ അടുത്തറ നിൽക്കുന്നത്. പൊള്ളില്ല, മുട്ടനെ കാലം പൊള്ളില്ല. ആ തുറന്ന് വെച്ചിക്കണേ. ആ പാൻ്റൊക്കെ തുറന്ന് വെച്ചിക്കണേ കേട്ട് നീയും. പാട്ട് വെക്കാലോ? എവിടെ? ഇതൊക്കെ അങ്ങോട്ട് വലിച്ചെറിയാ. അവിടെ കത്തിട്ട് ഇതൊക്കെ കയറ്റിട് കത്തി കഴിഞ്ഞ കയറ്റിട്. അതിനൊക്കെ നന്ദുള്ള പിന്നെ ആരാവശ്യം വേണം അല്ല എന്തോ. അമ്മ കാണാതെ മെല്ലെ വീട്ടീന്റെ ഒരു മുട്ടീന്റെ പീസ് ഉണ്ട്, മെല്ലെ എടുത്തിട്ട് വരാം. ഇത് മതി. അവിടെ അതിൽ മറ്റേ കുത്തിക്കണടാ ചാർജ് കുത്തുന്ന പോലെ.
ഇത്ര ദിവസം തണുപ്പായി കൊണ്ട് തീ കത്തിച്ചപ്പോ കുറച്ച് സമാധാനം ഉണ്ട്. ഇനിയിപ്പോ തീന്റെ അടുത്തുനിന്ന് അകത്തേക്ക് പോകുമ്പോഴായിരിക്കും ശരിക്കും തണുക്കാൻ തുടങ്ങുക. അറിയോ, പുതപ്പിനുള്ളിലേക്ക് പുറത്തേക്കൊക്കെ ഓരോ തണുപ്പ് അങ്ങനെ വരില്ല. തീന്റെ അടുത്തുനിന്ന് പിന്നെ പുറത്തേക്ക് പോകുമ്പോണ്ടല്ലോ അപ്പൊ തണുക്കാൻ തുടങ്ങും. തീ കത്തട്ടെ അമ്മ. തീ ഒന്നും ഇടണ്ട പറഞ്ഞിട്ട് അമ്മ ഒന്നും എടുത്തിട്ടുള്ളൂ. നിനക്ക് അത് ഞാൻ കേട്ടെ കത്തിക്കണ്ട പറഞ്ഞിട്ട് അമ്മ എന്ത് തീയായിണ് എന്നിട്ട് അമ്മ കത്തിക്കണ്ട പറഞ്ഞ അമ്മ എന്ത് തീയായിണ്. പിന്നെ തീ കണ്ട തീയായിരിക്കും. കാലൊക്കെ നീരായിട്ട് ഇതുകൂടി എടുത്തിട്ടല്ലോ. ഞാൻ അവിടുന്ന് കൊണ്ടുവന്നാ അമ്മ തീ കത്തിക്കണം മുറ്റത്ത് കത്തിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടേ മുട്ടിയൊന്നും എടുക്കണ്ട പറഞ്ഞിട്ട് അമ്മ നല്ല തീ ഇവിടെ കായാൻ വേണ്ടി നിക്കണ നോക്ക്. തണുപ്പാ തീന്റെ അടുത്ത് നിന്നിട്ട് തണുപ്പ് ഇത്രയും തീ കുറച്ച് കെട്ടുണ്ട് കേട്ടോ. അമ്മ എപ്പോഴും ഇവിടെ തീ ആയിക്കൊണ്ട് നിൽക്കുക. എന്താ എല്ലാരും ചോറ് കഴിക്കാൻ പോയി. എല്ലാരും ചോറ് കഴിക്കാൻ നേരന്ന് ചോറ് കഴിക്കണ്ടതാ. ഹായ് പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. ഇതിപ്പോ എന്റെ ഫുഡ് അടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. നാളെ അടുത്ത വ്ലോഗായിട്ട് നാളെ കാണാം. ടാറ്റാ.